إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും അതുപോലെ ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തെ സൃഷ്ടിക്കുകയും അവരെ ഭൂമിയിലേക്ക് അയക്കുകയും തുടർന്ന് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ നേർമാർഗം കാണിച്ചു തരുവാൻ വേണ്ടി പ്രവാചകന്മാരെ അയച്ചു. അങ്ങനെ ഓരോ സമൂഹത്തിലേക്കും അയക്കപ്പെട്ട ഓരോ പ്രവാചകന്മാർക്കും അവരുടെ ഭാഷയിലുള്ള വേദഗ്രന്ഥത്തെ അവർക്ക് ഇറക്കിക്കൊടുക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അങ്ങനെ ഈ ഉമ്മത്തിന് അവസാനത്തെ പ്രവാചകനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്ത വിശുദ്ധമായ ഗ്രന്ഥം ഖുർആൻ. ആ ഖുർആനിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത ഭാഗങ്ങളെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഖുർആനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ ജീവിക്കണം, എന്താണ് അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഖുർആനിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ്യ വസറഫ്നാ ഫീഹി മിനൽ വഈദ്. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമായിക്കൊണ്ട് ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. അതിൽ വ്യത്യസ്തമായ താക്കീതുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നൽകിയിട്ടുണ്ട്. സഹോദരങ്ങളെ, എന്തിനാണ് ഇത്തരത്തിലുള്ള താക്കീതുകൾ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്? തുടർന്ന് ആയത്തിൻ്റെ വാക്യെന്നർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു,
ലഅല്ലഹും യത്തഖൂന ഔ യുഹ്ദിസു ലഹും ദിക്റ, അവർ സൂക്ഷ്മതയുള്ളവരാകുവാനും അതുപോലെ അവർക്ക് എന്നതിനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ താക്കീതുകൾ ഖുർആനിലൂടെ മനുഷ്യർക്ക് നൽകുന്നത് എന്നാണ്. ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീതുകൾ ഖുർആനിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത്. അങ്ങനെ ഖുർആനിൻ്റെ നിരവധി ഭാഗങ്ങളിൽ വ്യത്യസ്തമായ താക്കീതുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. നമ്മെ ഭയപ്പെടുത്തുന്ന, നമ്മെ ഭീതിപ്പെടുത്തുന്ന, ദുനിയാവിൻ്റെ ചിന്തകളിൽ നിന്നും നമ്മെ പിൻവലിപ്പിക്കുന്ന നിരവധി താക്കീതുകൾ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തരുന്നുണ്ട്. നാളെ പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന വലിയ വലിയ ശിക്ഷകളെക്കുറിച്ചും അതിൻ്റെ ഭയാനകരമായ അവസ്ഥകളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വിശദീകരിച്ചു തരുന്നുണ്ടല്ലോ. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള താക്കീതുകൾ അടങ്ങിയിട്ടുള്ള ആയത്തുകൾ, ആ ആയത്തുകൾ നാം പാരായണം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്? അത്തരം ആയത്തുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നാറുണ്ടോ? നരകത്തിൻ്റെ ഭയാനകമായ അവസ്ഥകളെക്കുറിച്ച് നമുക്ക് എപ്പോഴെങ്കിലും ഭയം തോന്നാറുണ്ടോ? നരകത്തിൻ്റെ ഭയാനകരമായ അവസ്ഥയെ ആലോചിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണുകൾ നിറക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഈ ആയത്തുകളെല്ലാം തന്നെ വെറും പുരാണ കഥകളായിട്ടാണ് എന്നാണോ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് വരുന്ന ചിന്ത? ഇത്തരം ആയത്തുകൾ ഓതുമ്പോൾ ഇതെല്ലാം പുരാണ കഥകൾ മാത്രമാണ്, അതല്ലെങ്കിൽ അറബി ഭാഷയിലുള്ള മനസ്സിനെ സ്വാധീനിക്കുന്ന ചില അറബി വാചകങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഖുർആൻ സൂക്തങ്ങൾ എന്നാണോ നാം മനസ്സിലാക്കിയിട്ടുള്ളത്? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിലൂടെ പറയുന്നത് ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ സ്ഥാനത്തെ ഭയക്കുകയും അതുപോലെ അള്ളാഹുവിൻ്റെ താക്കീതുകളെ ഭയക്കുകയും ചെയ്യുന്നവർക്കാകുന്നു ആ അനുഗ്രഹമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ സഹോദരങ്ങളെ, അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ താക്കീതുകളെയും ഭയക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തന്ന വിവിധ തരം ശിക്ഷകൾ നാളെ പരലോകത്ത് സത്യനിഷേധികൾക്കും കുറ്റവാളികൾക്കും അനുഭവിക്കാനുള്ള വിവിധ തരം ശിക്ഷകൾ, ആ ശിക്ഷകളെ ആലോചിച്ചുകൊണ്ട് കണ്ണുകൾ നിറക്കുവാൻ നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. കാരണം എന്തെന്ന് വെച്ചാൽ നാളെ പരലോകത്തെ രംഗങ്ങൾ വളരെയധികം ഭീതിപ്പെടുത്തുന്നതും അതിഭയാനകരവുമാണ് എന്നുള്ളതാണ്. നരകത്തെ വളരെയധികം അതിതീവ്രമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അക്രമം പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമയെ വിളിക്കുന്നൊരു രംഗം ഹദീസുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം സൃഷ്ടിച്ചു കഴിഞ്ഞ ഉടനെ ജിബ്രീലിനെ വിളിക്കുകയാണ്. എന്നിട്ട് ജിബ്രീലിനോട് കൽപ്പിക്കുന്നു, ജിബ്രീലെ നീ ആ നരകത്തെ പോയി കാണുക എന്ന് ജിബ്രീലിനോട് കൽപ്പിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആ നരകം കാണുവാൻ വേണ്ടി പോവുകയും തുടർന്ന് അത് കണ്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ഫവഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദൻ ഫയദ്ഖുലഹാ, അല്ലയോ രക്ഷിതാവേ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, ആ നരകത്തെക്കുറിച്ച് കേട്ട ഒരു മനുഷ്യനും ആ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് ജിബ്രീൽ പറയുന്നുണ്ട് സഹോദരങ്ങളെ. അപ്പോൾ എത്രയാണ് അതിൻ്റെ ഭീകരത! ആ ഭീകരാവസ്ഥ കണ്ട ജിബ്രീൽ എത്രത്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ നരകത്തിൻ്റെ ആധിക്യമെന്നാണ് നാം ഇതിലൂടെ ചിന്തിക്കേണ്ടത്. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഖിയാമത്ത് നാളിൽ നരകത്തെ കൊണ്ടുവരപ്പെടുമെന്നാണ് ഹദീസുകളിലുള്ള പ്രയോഗം. തുഅ്തി ജഹന്നമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നരകത്തെ കൊണ്ടുവരപ്പെടും. ആ കൊണ്ടുവരപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് തുടർന്ന് പറയുകയാണ്, തജുറു ബി 70000 സിമാമിൻ ഫി കുല്ലി സിമാമിൻ 70000 മലക്കിൻ. ആ നരകം കൊണ്ടുവരപ്പെടുമ്പോൾ ആ നരകത്തിൻ്റെ കൂടെ 70,000 ചങ്ങലകൾ ആ നരകത്തിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ ആ 70,000 ചങ്ങലകളിൽ ഓരോ ചങ്ങലകൾക്കും 70,000 മലക്കുകൾ അതിൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ഹദീസുകൾ നമ്മോട് പറയുന്നുണ്ട് സഹോദരങ്ങളെ. ആ നരകത്തിന് 7 വാതിലുകളാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ആ നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ഓരോ വാതിലിലൂടെയും കടക്കുവാനായി വീതിക്കപ്പെട്ട ഓരോ വിഭാഗവും ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വിഭാഗത്തിലൊന്നും ഉൾപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് നാം എല്ലാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ സ്വന്തത്തോട് അക്രമം കാണിച്ച നരകാവകാശികളായ കുറ്റവാളികളും സത്യനിഷേധികളുമെല്ലാം നരകത്തിൻ്റെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെടുന്നുണ്ട്. അവരെ നരകത്തിലേക്ക് നയിച്ചു കൊണ്ടുവരുന്ന സന്ദർഭത്തെക്കുറിച്ച് ഖുർആൻ
ഖുർആന്റെ സൂക്തങ്ങൾ നമ്മോട് പ്രതിപാദിക്കുന്നുണ്ട്. വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, കൂട്ടം കൂട്ടമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് കുറ്റവാളികളെ, സത്യനിഷേധികളെ കൂട്ടം കൂട്ടമായി നയിച്ചു കൊണ്ടുവരുമെന്നാണ്. എന്നിട്ട് അവർ നരകത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഹത്താ ഇദാ ജാഊഹ ഫുതിഹത് അബ്വാബുഹ, അവർ നരകത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ നരകത്തിന്റെ വാതിലുകൾ അവരെ സ്വീകരിച്ചുകൊണ്ട് തുറക്കപ്പെടുകയാണ് സഹോദരങ്ങളെ. അങ്ങനെ ആ നരകത്തിന്റെ അവസ്ഥയാകട്ടെ, ആ നരകത്തിന്റെ ചില കാവൽക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. എന്താണ് ആ കാവൽക്കാരുടെ പ്രത്യേകത? അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ, ആ നരകത്തിന് ചില മലക്കുകളുണ്ട്. അവർ പരുഷ സ്വഭാവമുള്ള അതിശക്തന്മാരായ മലക്കുകളാണ്. അങ്ങനത്തെ 19 മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിന് കാവൽക്കാരായി നിശ്ചയിച്ചിട്ടുണ്ട്. ആ നരകത്തിന്റെ ആഴം എത്രയാണ് സഹോദരങ്ങളെ? ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ ആ കല്ല് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തുവാൻ 70 വർഷക്കാലം ദൂരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത്രയേറെ ആഴമുള്ള ആ നരകത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ആ നരകം വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ്. ശേഷം സഹോദരങ്ങളെ, നരകത്തിന്റെ മുമ്പിൽ അതിൻ്റെ ആളുകളെ ഹാജരാക്കപ്പെടുകയാണ്. ഫവറബ്ബിക ലനഹ്ശുറന്നഹും വശയാത്തീൻ സുമ്മ ലനഹ്ദിറന്നഹും ഹൗല ജഹന്നമ ജിസിയ, ജിന്നുകളിൽപ്പെട്ട പിശാചുക്കളും അതുപോലെ മനുഷ്യരിൽപ്പെട്ട കുറ്റവാളികളുമെല്ലാം ആ നരകത്തിന് മുമ്പിൽ ഹാജരാക്കപ്പെടുകയാണ്. എങ്ങനെയാണ് അവർ ഹാജരാക്കപ്പെടുന്നത്? സുമ്മ ലനുഹ്ദിറന്നഹും ഹൗല ജഹന്നമ ജിസിയ, ആ നരകത്തിന് ചുറ്റും മുട്ടുകുത്തിയവരായ അവസ്ഥയിലാണ് അവരെ ആ നരകത്തിന് ചുറ്റും ഹാജരാക്കപ്പെടുന്നത്. അങ്ങനെ സുമ്മ ലനുൻസിഅന്ന മിൻ കുല്ലി ശിഅത്തിൻ അയ്യുഹും അശദ്ദു അലർ റഹ്മാനി ഇതിയ, തൻ്റെ രക്ഷിതാവിനോട് ഏറ്റവും അധികം ധിക്കാരം കാണിച്ചവരെ ആ വിഭാഗത്തിൽ നിന്നും അള്ളാഹു വേർതിരിച്ചെടുക്കുകയാണ്. സുമ്മല നഹ്നു അഅലമു ബില്ലദീനഹും ഔലാ ബിഹാ സിലിയ, ആ നരകത്തിൽ കിടന്ന് വെന്തെരിയുവാൻ വേണ്ടി ഏറ്റവും അർഹമായിട്ടുള്ളത് ആരാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൃത്യമായി അറിയാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ഗൗരവത്തോടെ ഖുർആനിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ അവിടുന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ മലക്കുകളോട് കൽപ്പിക്കുകയാണ്, ഖുദൂഹു ഫഗുല്ലൂഹ്, നിങ്ങൾ അവനെ പിടിച്ച് ബന്ധനസ്ഥരാക്കുക. സുമ്മൽ ജഹീമ സല്ലൂ, അവനെ ആ നരകത്തിലേക്ക് ഇട്ട് അവനെ കരിച്ചു കളയുക. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂഹ്, 70 മുഴം നീളമുള്ള ചങ്ങലകളിൽ അവനെ നിങ്ങൾ ബന്ധനസ്ഥനാക്കുക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, വളരെ ശക്തിയോടുകൂടി ആ നരകത്തിലേക്ക് തള്ളിയിടുകയാണ് ആ മലക്കുകൾ ചെയ്യുന്നത്. അങ്ങനെ ഫകുബ്കിബൂ ഫീഹാ ഹും വൽ ഗാവൂൻ, ആ നരകാവകാശികളെല്ലാം തന്നെ ആ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് നരകത്തിൻ്റെ ആളുകളെ നരകത്തിലേക്കെല്ലാം ഇട്ടതിന് ശേഷം ആ നരകത്തിൻ്റെ കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെടുകയാണ്. ആ നരകത്തിൻ്റെ ചൂട് എന്നുള്ളത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അവിടെ ആളുകൾ വെന്തെരിയുമ്പോൾ ആ നരകത്തിൻ്റെ ചൂട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ഈ ദുനിയാവിലെ ഒരു തീയിൻ്റെ 70 ഇരട്ടിയോളം 69 ഇരട്ടിയോളം ചൂട് നാളെ പരലോകത്ത് നരകത്തിനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹോദരങ്ങളെ, ഇന്ന് അന്തരീക്ഷത്തിലുള്ള ചൂട് പോലും സഹിക്കുവാൻ പ്രയാസമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നമുക്കൊന്നും താങ്ങാനാവില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നരകത്തിൻ്റെ ചൂട് എന്നുള്ളത് നസ്സാഅത്തൻ ലിശ്ശവാ, തലയുടെ തൊലികളെ എരിച്ചു കളയുന്നതാണ് ആ നരകത്തിൻ്റെ ചൂട് എന്നുള്ളത്. അവിടെ ഫീ സമൂമിൻ വഹമീം, അവിടെ തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റുകളുണ്ട്. വദില്ലിം മിൻ യഹ്മൂം, ചുട്ടു തിളക്കുന്ന വെള്ളം ആ നരകത്തിലുണ്ട്. അതുപോലെ ആ നരകം കാണുമ്പോൾ കഅന്നഹു ജിമാലത്തുൻ സുഫർ, കൂട്ടം കൂട്ടമായ മഞ്ഞ ഒട്ടകങ്ങൾ നിൽക്കുന്ന പോലെ ആ നരകത്തിൻ്റെ തീപ്പൊരികൾ കാണുമ്പോൾ നമുക്ക് തോന്നുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ താക്കീത് നൽകുന്നുണ്ട് സഹോദരങ്ങളെ. അതുപോലെ നരകത്തിലുള്ളവർ അവിടെ വെന്തെരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ അവിടുത്തെ കാവൽക്കാരോട് ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. ഉദുഉ റബ്ബക്കും യുഖഫിഫ അന്നാ യൗമൻ മിനൽ അദാബ്, ഈ സഹിക്കാൻ കഴിയാത്ത ഈ ഒരു ശിക്ഷയിൽ നിന്നും ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ലഘൂകരിച്ച് തരുവാൻ വേണ്ടി നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അവിടുത്തെ മലക്കുകളോട് ആ നരകാവകാശികൾ
പറയുമെന്നാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. അതുപോലെ അവർ ആ നരകത്തിൽ നിന്നും പുറത്തു കടക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ. എന്നാൽ അവർ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ മലക്കുകൾ അവർക്ക് നൽകപ്പെട്ട കുന്തങ്ങൾ കൊണ്ട് ആ നരകാവകാശികളെ തിരിച്ച് നരകത്തിലേക്ക് തന്നെ പറഞ്ഞയക്കുമെന്നാണ്. അത്തരം ദുരാവസ്ഥയാണ് സഹോദരങ്ങളെ നരകത്തിലുള്ളത്. അതുകൊണ്ട് ഇത്രയേറെ ഗൗരവത്തിൽ നരകത്തിൻ്റെ അസഹനീയമായ ശിക്ഷകളുടെ മുറകൾ വിവരിച്ചു തന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് ഇത്തഖുന്നാറല്ലതി ഉഇദ്ദത് ലിൽ കാഫിരീൻ. സത്യനിഷേധികൾക്ക് ഒരുക്കപ്പെട്ടിട്ടുള്ള ആ നരകത്തെ അത് നിങ്ങൾ സൂക്ഷിക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജാഗ്രത നൽകുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് അത്തരം താക്കീതുകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ എപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് നന്മകളിൽ മുന്നേറി തിന്മകളെ ഒഴിവാക്കിക്കൊണ്ട് നരകത്തിൽ നിന്നും അകലുവാൻ നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിലും നരകത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നവരുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ലഹും മിൻ ഫൗഖിഹിം ദുലലും മിനൻ നാരി വമിൻ തഹ്തിഹിം ദുലൽ. അഥവാ നരകാവകാശികൾക്ക് അവരുടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമെല്ലാം തീയിൻ്റെ തട്ടുകൾ അവരുടെ മുകളിലും താഴ്ഭാഗത്തും ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം ആ ആയത്തിൻ്റെ തുടർച്ചയെന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദ. അങ്ങനെയാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളെ ഭയപ്പെടുത്തുന്നത് എന്നാണ് അല്ലാഹു പറയുന്നത്. എന്തിനാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളെ ഭയപ്പെടുത്തുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഭയപ്പെടുത്തുന്നതിൻ്റെ കാരണം തുടർന്ന് അല്ലാഹു പറയുന്നു, യാ ഇബാദി ഫത്തഖൂൻ. അല്ലയോ വിശ്വാസികളെ, അല്ലയോ അടിമകളെ, അതുകൊണ്ട് നിങ്ങൾ തഖ്വയുള്ളവരാവുക, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതേ സഹോദരങ്ങളെ, നമ്മൾ നന്നാകുവാൻ വേണ്ടിയും നമ്മൾ തഖ്വയോടുകൂടി ജീവിക്കുവാൻ വേണ്ടിയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഭയപ്പെടുത്തുന്നതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത്രയേറെ താക്കീതുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ നമുക്ക് അറിയിച്ചു നൽകുന്നത് നാം നന്നാകുവാനും നമുക്ക് തഖ്വയോടുകൂടി ജീവിച്ച് നന്മയിൽ മുന്നേറി തിന്മകൾ ഒഴിവാക്കുവാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മെ ഉപദേശിക്കുന്നതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതെല്ലാം ഉള്ളതാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ക്രൂരനാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശിക്ഷിക്കുവാൻ വേണ്ടി സൃഷ്ടിച്ചതാണോ എന്നൊന്നും നാം ചിന്തിക്കേണ്ടതില്ല. അത്തരത്തിലുള്ള ചിന്തകൾ നമുക്കുണ്ടാകുന്നുവെങ്കിൽ അത് നമ്മുടെ ഈമാനിൻ്റെ കുറവ് തന്നെയാണ്. കാരണം ഇത്രയേറെ നരകത്തെക്കുറിച്ച് വിശദീകരിച്ച് ഇത്രയേറെ താക്കീതുകൾ നൽകി അതിൽ നിന്നും അകലുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് അത് അവൻക്ക് നമ്മോടുള്ള കാരുണ്യവും വാത്സല്യവും കൊണ്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ജാഗ്രത നൽകുന്നു. അല്ലാഹു ആകട്ടെ തൻ്റെ അടിമകളോട് ഏറെ വാത്സല്യമുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരാണ് നന്മയും തിന്മയും പ്രവർത്തിക്കുന്നത്, ആരാണ് ക്ഷമയും നന്ദിയും കൈകൊള്ളുന്നത് എന്നൊക്കെ പരീക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണല്ലോ മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ പരീക്ഷണത്തിൽ ഒരിക്കലും പരാജിതരാകാതിരിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ നരകത്തെക്കുറിച്ച് വിശദീകരിച്ച് നമുക്ക് താക്കീത് നൽകുന്നത്. ഈ ആയത്തുകൾ കേട്ടിട്ട് എത്രയെത്ര തിന്മകൾ നാം ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ നാമെല്ലാം തിന്മകൾ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഇത്തരം താക്കീതുകൾ വിശദീകരിച്ച് നൽകുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഒരു നാട്ടിൽ തൻ്റെ വാപ്പയെ ധിക്കരിച്ച് വാപ്പയോട് കയർത്ത് സംസാരിക്കുന്ന ഒരു മകൻ്റെ ചിത്രം എന്താണ്? അവൻ ഒരു തെമ്മാടിയായിട്ടും തോന്നിവാസിയായിട്ടുമല്ലേ അവൻ്റെ നാട്ടിലവൻ ചിത്രീകരിക്കപ്പെടുക. അതുപോലെ ഒരു അധ്യാപകനോട് കയർത്ത് സംസാരിക്കുന്ന ഒരു വിദ്യാർത്ഥി അവൻ ഗുരുത്വമില്ലാത്തവനായിട്ടല്ലേ അവനെ ചിത്രീകരിക്കുക. അപ്പോൾ
നമ്മുടെ നാനാ തുറകൾ അറിയുന്ന എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്ര അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ മേൽ ചൊരിഞ്ഞു തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മോട് കൽപ്പിച്ച എല്ലാ കൽപ്പനകളും നിരാകരിച്ചുകൊണ്ട് ധിക്കാരിയായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ യോജിച്ച ഒരു ശിക്ഷ മറ്റേതാണുള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അർശിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന റഹ്മതി സബഖത് ഗളബി, എൻ്റെ കാരുണ്യമെന്നുള്ളത് എൻ്റെ ദേഷ്യത്തെ മറികടന്നിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ അർശിൻ്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇതൊക്കെ കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അവൻ്റെ ദേശത്തേക്കാൾ വിശാലമായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ നോക്കുമ്പോൾ നരകത്തേക്കാൾ എത്രയോ വിശാലമാണ് സ്വർഗം. നരകം ഇത്ര ഭയാനകരമാണെങ്കിൽ സ്വർഗത്തിൻ്റെ വിശാലത എത്രയാണ്, അതിലുള്ള ആനന്ദം എത്രത്തോളം ഉണ്ടാകുമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് സ്വർഗം നേടുകയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നരകത്തിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം നരകത്തിൽ നിന്നും മോചനം ലഭിക്കുവാനും സ്വർഗത്തെ ചോദിക്കുവാനും നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, മാ സഅല റജുലുൻ മുസ്ലിമുൻ അല്ലാഹൽ ജന്നത സലാസൻ ഇല്ലാ ഖാലത്തിൽ ജന്നത്തു അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. ഒരു മുസ്ലിമായൊരു വ്യക്തി അവൻ അള്ളാഹുവിനോട് 3 തവണ സ്വർഗത്തെ ചോദിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ്. അള്ളാഹുവേ, ഈ വ്യക്തിയെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് ആ സ്വർഗം അള്ളാഹുവിനോട് പറയുമെന്നാണ്. അതുപോലെ ഹദീസിൻ്റെ തുടർച്ചയെന്നാണ് നബി പറയുന്നു, വലസ്തജാറ റജുലുൻ മുസ്ലിമുൻ മിനൻ നാരി ഇല്ലാ ഖാലത്തിൻ നാറു അല്ലാഹുമ്മ അജിർഹു മിന്നി. ഒരു വ്യക്തി അവൻ നരകത്തിൽ നിന്നും 3 തവണ അള്ളാഹുവിനോട് മോചനം ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാളെ പരലോകത്ത് ആ നരകം അള്ളാഹുവിനോട് പറയുമെന്നാണ്, അള്ളാഹുവേ, ഈ വ്യക്തിക്ക് എന്നിൽ നിന്നു നീ സംരക്ഷണം നൽകണമേ എന്ന് നരകം പറയുന്നൊരവസ്ഥ. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം എല്ലാം നമ്മുടെ ജീവിതത്തിൽ പതിവായിക്കൊണ്ട് എല്ലാ ദിവസവും ശീലിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിനോട് 3 തവണ എല്ലാ ദിവസവും സ്വർഗത്തെ ചോദിക്കലും നരകത്തിൽ നിന്നും സംരക്ഷണം ചോദിക്കലും. അല്ലാഹുമ്മ ഇന്നി അസ്അലു ജന്നത വ അഊദു ബിക മിനൻ നാർ. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, നരകത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നുള്ള പ്രാർത്ഥന നമ്മുടെ നമസ്കാര വേളകളിൽ അല്ലെങ്കിൽ നമസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം 3 തവണ എല്ലാ ദിവസവും ചൊല്ലുവാൻ വേണ്ടി നാം ശ്രമിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് വലിയൊരു വിജയം കണ്ടെത്തുവാൻ നമുക്കെല്ലാം സാധിക്കുമെന്നുള്ളതാണ്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എപ്പോഴും അനുസരിച്ചുകൊണ്ട് അവൻ നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവനെ കീഴൊതുങ്ങി ജീവിക്കുന്നവരാകുവാൻ നാം എല്ലാം ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, നരകത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്ന, നന്മകളിൽ മുന്നേറുന്ന, തിന്മകളിൽ നിന്നും വിട്ടകന്നു നിൽക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി സത്യവിശ്വാസി സുഹൃത്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അവരുടെ രോഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നിരവധി വിശ്വാസിനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കബറിടങ്ങളിൽ വെളിച്ചം നൽകുമാറാകട്ടെ. യുദ്ധഭീതിയിൽ വളരെയധികം പ്രയാസപ്പെടുന്ന നമ്മുടെ വിശ്വാസികളായ നിരവധി സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ക്ഷമയും സ്ഥൈര്യവും അർഹമായ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.